ആർക്കാ? ഓ എന്താണ് പോയി ബാത്റൂമിലാണോ? പുറത്ത് പോയടി. ഇന്നലെ ഉണ്ടായിരുന്നല്ലേ? വെളുപ്പിനെ സ്ഥലം വിട്ട്. എന്റെ മകന്റെ എനിക്കറിയത്തില്ല. അവിടെ പോയതായിരുന്നു. ആണോ? അതെ ശരി. അറിയോ? അറിയാലായിരിക്കും. പിന്നെ എന്നെ അറിയല്ലേ? നീ പെണ്ണെണ്ണയാണോ? പെണ്ണമ്മ. എനിക്ക് മാറാനാ പാടുണ്ടായിരുന്നു. പേര് നിന്റെ മുഖത്തോട്ട് മാറി മാറി നോക്കാം. ആദ്യം പിടിയിട്ട് പേരിങ്ങി വരാനായിട്ടുള്ള പാടാ. ഇവന് കുറച്ച് കാര്യങ്ങൾ ആണോ? കുറച്ച് കാര്യങ്ങൾ അമ്മയോട് പറയാനുണ്ടെന്ന്. ആ ഒന്ന് പോയി പറയടാ അമ്മയോട്. പറയടാ എന്ന് പറ. മോളെത്രയല്ല പഠിക്കണേ? പഠിക്കല്ലേ? അടുത്ത കഴിഞ്ഞ മോടെ കൊച്ചുങ്ങളായിരിക്കുന്നത്. അമ്മേ കുട്ടി ഇത് മോടെ കൊച്ചുങ്ങളായത് രണ്ടുപേരും. മോടെ കൊച്ചുങ്ങള് രണ്ടുപേര് അവിടെ കൊച്ചുങ്ങളാണ് ഇരിക്കുന്നത്. അതെ. ആഹാ ഇതിനാ അല്ല അമ്മ പറഞ്ഞു എത്രയിലും പഠിക്കുന്നതിന് വെച്ചോണ്ട് പറഞ്ഞാ. 3 പേരോ? 3 പേരില്ല 2 പേര്. 2 പേരോ? എന്റെ എത്ര പിള്ളേരുണ്ട്? 3 പേരോ? കാലം കഴിഞ്ഞ് എന്റെ വാള എടുക്കത്തില്ല. ആണോ? പ്രായമല്ലേ? പ്രായം എത്ര വയസ്സുണ്ടോ? അതനുസരിച്ചുള്ള അസുഖങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഒന്നും ചെയ്യാൻ ഉറക്കം വരുന്നതൊന്നും ഓരോ തന്നെ ചെയ്യണം. കുറേശ്ശെ എവിടെ പോവാ മക്കളെ? എവിടെ പോവാ? പുറത്തിറങ്ങി പോയല്ലേ? പുറത്തോട്ട് നടന്ന് കാണാൻ പോണാന്നേ. ചുമ്മാ പുറത്തേക്ക് പോകണ്ട. എന്നാൽ അങ്ങനെ പോകാൻ പറ്റുമല്ലോ. രാത്രിയായില്ലല്ലോ. മൂത്രമൊഴിക്കാൻ പോയതാണ്. അവരതാ കൂടുതലും. അളിയൻ അവിടെ ഉണ്ട്. അളിയൻ അവിടെ ഉണ്ടെന്നേ. എന്റെ പപ്പായ അവരുടെ ഓടി നടക്കാം. ചായ കുടിച്ചോ? ചായ കുടിച്ചോ? ആ നേരത്തെ ഇവിടെ ഇല്ല. എവിടെ പോയേക്കുവായിരുന്നോ? പുറത്ത് എന്തെല്ലാം കാര്യമുണ്ടെന്ന് അറിയാമോ? പശുണ്ടോ? അമ്മയാണോ നോക്കുന്നത്? എല്ലാവരും നോക്കും. ചായ കുടിച്ചില്ലെന്ന് കേട്ടോ. ഞാൻ പുറത്തേക്ക് സ്ഥിരമായിട്ട് പുറത്തേക്കൊന്നും ഫോണില്ലാത്തതുകൊണ്ട് എല്ലായ്പ്പോഴും പണി കിട്ടും. ഇന്നലെ പുറത്ത് പോയോ അമ്മ? വണ്ടിയെ പോയോ? കടയിൽ പോയോ? കണ്ടേല് വണ്ടിയെ പോയോ? അതിനോട് ഓടി ഇറങ്ങുവാ. ഇത് വീഴല്ലേ? പരിചയമില്ലാത്ത വഴിയാ. എല്ലാരും ഓടട്ടെന്നേ, വീഴൊന്നുമില്ല. ഇച്ചിരി ഓടി നടക്കട്ടെന്നേ പിള്ളേര്. അവരിതിന്റെ നടക്കട്ടില്ലല്ലോ അങ്ങനെ പിള്ളേര്. ഈ വഴിക്ക് ഈ പെരുമാട അവിടെ അവർക്ക് പരിചയമുണ്ട്. നാളെ വന്നതല്ലേ? നടന്ന് ശീലിച്ചാണ് കുഴപ്പമില്ല. അവര് നടന്ന് പരിചയിച്ച. ഇതിപ്പോ എന്താന്ന് നമുക്കറിയാൻ പറ്റിയല്ല. കൃത്യമായിട്ട് നോക്കി നടക്കണം. തിങ്കളാഴ്ച
അവനെന്തേ വിവാൻ എന്തേ? വിവാനേ ഇവിടെ ഉണ്ടായിരുന്നു. ആ അവർ ഓടി കളിക്കട്ടെന്നേ. പരീക്ഷ ഇവിടെ വർത്താനം പറയും. പോയി അവൻ കിടക്കട്ടെ. 2-3 ദിവസമായിരുന്നു എനിക്ക്. കുറച്ച് പണിയുണ്ടായിരുന്നു, അതെല്ലാം ചെയ്തില്ല. എന്നാ പഠിത്തമൊക്കെ കഴിഞ്ഞ് ജോലിയാ. ആണോ? എവിടെയാ? ഇപ്പം നാട്ടിലുണ്ട്. ഇനി സൗദിക്ക് പോവാ. എവിടെയാ? സൗദിക്ക് പോവാ. സൗദിക്കോ? ഗൾഫിന് പോവാ. പഠിപ്പിക്കാനോ? അല്ല, ജോലിക്ക്, നേഴ്സിംഗ്. ആണോ? അത് ശരി. അവിടുത്തെ പള്ളിക്കൂടത്തെ പഠിപ്പിക്കാനാണ്? അല്ല, നേഴ്സായിട്ട്. ആ, അതിനാണോ പോണേ? എന്നാലും ഇപ്പം ഇങ്ങോട്ടോട്ടൊന്നും ഇല്ലല്ലോ. ആ, ഇല്ല, അതുകൊണ്ടല്ലേ വന്നേ, കണ്ടിട്ട് പോകാൻ വേണ്ടി. സുഖമാണോ? ആ, സുഖം തന്നെ. വലിയ സുഖം ഉണ്ടോ? കുഴപ്പമില്ല. വിവീന എന്തി? വിവീന വിവീനെ വീട്ടിലായിരിക്കും. ആണോ? അമ്മ ഇപ്പൊ ഇതെവിടാ? ഇതിപ്പോ എവിടാ? ഏത് വീടാ ഇത്? വേറെ വീട്. ആണോ? ഇത് വേറെന്ന് പറഞ്ഞാൽ ചെറുക്കന്മാർ ആണുങ്ങൾ ജീവിക്കണേ, ഓരോരുത്തർക്കും വീട് വേണ്ടേ. അതിലൊരു വീടാണ് ഇത്. ഇനി നമ്മുടെ വീട് ഇങ്ങനെ കൂടിയതുണ്ട്, അവിടെ കൂടുക. ഓടല്ലേ വീഴും. പറ്റിയില്ലാത്ത സ്ഥലമാണ്. ഒത്തിരി ആരും ഇവിടെ കഴിക്കുകയല്ല. അരയത്ത് പോയോ അമ്മ? അരയത്ത് പോയോ? വീട്ടിലോ? ആ. ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നതല്ലേ. ആണോ? പിന്നെ വീട്ടിലല്ല ഞാൻ. തിരിച്ചു പോവോ? ഇനി നാളെ രാവിലെ പോകും. നാളെ രാവിലെ പോവോ? നാളെ രാവിലെ കൊണ്ട് പോകുന്നത്. അരയത്ത്. ഞാൻ അതിരമ്പല സ്ഥിരമായിട്ട് താമസമാണോ? ആ. പെണ്ണമ്മേനെ കെട്ടിച്ചിരിക്കുന്നത് എവിടെയാ? കെട്ടിച്ചത് എവിടെയാന്ന്? ചെന്നിപ്പോയോ? കെട്ടിച്ചത് എവിടെയാന്ന്? കെട്ടിച്ചു വിട്ടില്ലേ? കെട്ടിച്ചു വിട്ടില്ലേ? ആ. അതിരമ്പഴല്ലേ? പിന്നെ അവിടെ എത്ര തവണ വന്നതാ? ഒറ്റയ്ക്കൊക്കെ വരാറുണ്ട് നമുക്ക്. ഇപ്പോഴും അതിരമ്പഴല്ലേ? താമസം എവിടെയാണ്? അവിടെ എത്ര പേരുണ്ട്? അപ്പൊ അവിടെ ആരും ഇല്ല, ഞങ്ങൾ 2-3 പേരേ ഉള്ളൂ. ഉള്ളോ? കെട്ടിക്കൊണ്ട് വന്നവരും കെട്ടിക്കൊണ്ട് 4 പേരുണ്ട്. അവരുടെ മക്കളും. അപ്പോഴും അമ്മയുണ്ടോ? അതൊക്കെ പോയി. പോയോ? എനിക്ക് എൻ്റെ ഓട്ടമൊന്നുമില്ല. എടുത്തു പോയി. കിട്ടുമോ? വീഴുമോ? എല്ലാം ചെയ്യുമോ? കണ്ടുകൂടെ. അമ്മരെല്ലാം ഓടി കളിക്കട്ടെന്നേ, നോക്കട്ടെ. അമ്മയുടെ മിറ്റല്ലേ, ഒരു കളിക്കട്ടെ. ഇത് കളിക്കുന്നുണ്ടേ. എന്നടി അപ്പൂപ്പൻ താടിയാ? അപ്പൂപ്പൻ താടി ഇഷ്ടം പോലെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് വന്നുണ്ട്. എൽസിയൊക്കെ ഇവിടെ അടുത്തല്ലേ? പുറത്തോട്ടൊന്നും പോയിട്ട്. എൽസി വരാറായോടാ? അടുത്ത മാസം, മെയ് മാസത്തിൽ വലിയ അടുത്തത്. അവള് ഗർഭിണിയായിരിക്കുമല്ലേ, രണ്ടാമത്തത്. അവിടെ പിള്ളേരെ എവിടെയാ? പുറത്തോട്ട് പോയില്ലേ? ഇപ്പം എന്നെ പഠിപ്പിക്കണം. ആ, പഠിപ്പിക്കുന്നവരും ഉണ്ട്, അല്ലാത്തവരും ഉണ്ട്. പലതരത്തിൽ കൂടെയല്ല. താമസമൊക്കെ അവിടെ തന്നെയാണ്. ഞാൻ നോക്കി അവിടെ കാണുമോ? രാത്രി കേട്ടോ പുറത്തോട്ട് ഇറങ്ങരുത്. നിങ്ങളാ വഴിയിലെ ഞായറാഴ്ചയാന്ന് എനിക്ക് തോന്നുന്നു. ഈ സൺഡേ സ്കൂളും ഉള്ള കാരണം അവിടെ തുടങ്ങിയോ? വഴിയിലേക്കൊക്കെ ഇറങ്ങി പോകും. വഴിയിൽ കുറേ ചെന്ന് വരും. ഇതെന്നേ അവര് അപ്പൂപ്പൻ താടി വരക്ക് കളിക്കുക. ഇല്ലാത്ത സ്ഥലമാണ്. അവന്മാർ ഓടി കളിച്ചു. ഇഷ്ടത്തിന് അങ്ങനെ വിടും. നടക്കാൻ വിടണ്ട് പുറത്തോട്ട്. യാട്ടം കണ്ടോ? അപ്പൂപ്പൻ താടി വരക്ക് കളിക്കുക. അപ്പൂപ്പൻ താടി 3 പേരുണ്ട്. 3. ചായയൊക്കെ കുടി കഴിഞ്ഞോ? ചായ കുടിച്ചോ? ചായയൊക്കെ രാവിലെ വൈകുന്നേരമായിപ്പോൾ 4 മണിയാകുമ്പോൾ കുടിക്കായിരിക്കുമോ? കമ്മലിഞ്ഞ പോകാന്നല്ലേ? കുറച്ച് അറിഞ്ഞത് തോന്നിയതാ. കമ്മലൊക്കെ ഒന്നുമില്ല. പാത്രം ഇട്ടിട്ടുണ്ടെങ്കിൽ എല്ലാം മാലയൊക്കെ പോയി. മാല എന്ത് ചെയ്യേ? മാലയൊക്കെ പൊട്ടിപ്പോയി. പോയോ? കമ്മലും ഇല്ല, എല്ലാം പോയി. കമ്മലുണ്ടല്ലോ. കമ്മലിൻ്റെ അതിൻ്റെ അവിടെ മാത്രമേ ഉള്ളൂ. പുറത്തോട്ട് പോയല്ലേ? വഴിയിലേക്ക് പോയല്ലേ? വണ്ടി വരും. അവിടെ ആളുണ്ട് നോക്കാൻ. ചാടി പോകും. അവിടെ ആളുണ്ടെന്നേ നോക്കാൻ. ആളുണ്ട്. അവർക്കൊക്കെ ഇവരൊന്നും അറിയത്തില്ല. അടിയാണ്ടോ കണ്ടോ? അവരവിടെ അളിയനെ അവിടെ നിൽപ്പുണ്ട്. എന്താണ്ട്
അപ്പൂപ്പൻ താടി വരക്കാൻ നോക്കും. അപ്പൂപ്പൻ താടി ഇവിടെ അറിവുള്ളവരുണ്ടോ? പിന്നെ ആ പൂന്താണ്ട് വളർന്ന് നടന്ന് നേരത്തെല്ലാം വന്നിരിക്കും. അത് പറക്കി അവർ കളിച്ചോണ്ടിരിക്കുക. നോക്കും. അത് പറക്കി അവർ കളിക്കുക. ഇപ്പൊ ഉറക്കമൊന്നുമില്ലേ? ഇപ്പൊ ഉറങ്ങുന്നൊന്നുമില്ലേ? ഉറക്കമൊക്കെ ഇനി കിടക്കില്ല. കിടക്കാൻ പോകണമല്ല. ആണോ? പിന്നെ എല്ലാം പകലൊക്കെ ഉറങ്ങാൻ കിടക്കാനൊന്നും പറ്റിയ. രാജുവിനെ കാണാറുണ്ടോടാ? ചേട്ടായി ഇപ്പൊ കവലിക്ക് പോയിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ വരുമ്പോൾ ചേട്ടായി കവലിക്ക് തുണി മാറി താകലപ്പോയിക്കൊണ്ട്. പിള്ളേരൊക്കെ എന്നായി? വലുതായി. പഠിത്തമൊക്കെ എങ്ങായി? പഠിത്തം കഴിഞ്ഞില്ലേ? പഠിത്തം കഴിഞ്ഞ് ജോലിയല്ലേ? കെട്ടും കഴിഞ്ഞ് കല്യാണവും കഴിഞ്ഞ്. ആ മക്കളുമായി. ആ ചെറുക്കന്മാരെ ആ മക്കളുമായി. മക്കളായോ? അത് എത്ര പേര് കിട്ടാനുണ്ടായിരുന്നു? രണ്ടാം മക്കളല്ലേ ഉള്ളു. അവര് ഇങ്ങോട്ടൊക്കെയാണ് ഓടുന്നുണ്ട്. എൻ്റെ ഈശോയെ കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതെങ്കിലും അറിയാൻ മേല. ഞാൻ വഴിയിൽ ആളൊക്കെ കൂടെ നിൽക്കുമ്പോൾ ഓടിച്ചെത്തുന്നേ അറിയാൻ മേല. പോയില്ല. അതിങ്ങോട്ടുണ്ട്. ഈ വണ്ടിയിലുണ്ടോ? ഈ വണ്ടിയിലുണ്ടോ? ആ വണ്ടിയിലുണ്ടെന്നേ ആളുണ്ട്. പിള്ളേരവിടെ കളിച്ചോണ്ടിരിക്കുവോ? ഇല്ലേ? പിള്ളേരവിടെ കളിച്ചോണ്ടിരിക്കുവാന്നേ. ഉണ്ടോ? അളീനെ അവിടെ നോക്കി നിൽപ്പുണ്ട്. അവര് കളിക്കുവാ. അവര് കളിക്കട്ടെന്നേ. അവര് കളിക്കുന്ന പ്രായമല്ലേ, അവര് കിടന്ന് കളിക്കട്ടെ. ഒരു അപ്പൂപ്പൻ താടിയൊക്കെയായിട്ട് കളിക്കുവാ. ഉണ്ടോ? ഒരു അപ്പൂപ്പൻ താടി വർക്ക് കളിക്കുവാ. ഉണ്ടോ? കൈയൊക്കെ കഴിയണം. അതെല്ലാം പറ്റിക്കിട്ട് ഓടിപ്പോയല്ലേ. ആ ഗ്യാസ് പുള്ളി ഗ്യാസിലാണ്. നല്ല ലാഭമുണ്ട്. പെട്രോൾ ആദ്യം വന്ന പെട്രോൾ മാത്രമേ അടിച്ചിട്ടുള്ളൂ. പിന്നെ പെട്രോൾ അടിച്ചിട്ടില്ല. അതിന് ഇച്ചിരി പെട്രോൾ ആദ്യം ഓടിയിട്ടില്ല. 80 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത് ഗ്യാസാണ് ഫുൾ ഓടെന്നാണ് പറയുന്നത്. എമർജൻസി മാത്രമാണ് അതിൻ്റെ സിസ്റ്റം. പിള്ളേരെ വഴക്ക് പറയാനിട്ടിറങ്ങി വന്നതാ. ഓരോ മക്കളെ എങ്ങോട്ട് പോകണ്ട. പള്ളിയിൽ പോവോ? പള്ളിയിൽ പോവോ? ഇപ്പോഴോ? ഇപ്പൊ എന്നെ എത്ര പള്ളി? അല്ല ഇപ്പഴല്ലേ രാവിലെ. രാവിലെ പോകാം. ഗുണമെന്ന് ഊറ്റാൻ പോകാം. ഇത് അമ്മന് ബട്ടൺസ് ഇട്ടാൻ നിൽക്കത്തില്ല. ഒരെണ്ണം കൂടി ഇട്ടാലോ? നമുക്ക് ഇവിടം വരെ പോയാൽ എനിക്കൊന്ന് ഒരെണ്ണം കൂടി ഇട്ടാൻ നിൽക്കുമെന്ന് തോന്നുന്നു. അങ്ങോട്ടൊക്കെ വഴിയിലോട്ട് പോകല്ലേ, വണ്ടി വരും. ഇവിടം വിട്ട് അങ്ങ് പോകരുത്. വെട്ടിയോട്ട് പോകും. ഞങ്ങളാരും കാണിയല്ല. ദൂരണ്ട നോക്കുന്നതാണ് ഇടയ്ക്ക്. ഉറപ്പിച്ചിട്ടാ. എന്നാ വിശേഷം? വിശേഷമൊന്നും ഇല്ലേ? സുഖമായി കഴിയണം. സുഖമായിട്ടിരിക്കുന്നു. പിള്ളേർ അവര് എത്രയില്ല പഠിക്കുന്നൊക്കെ? ഒരാള് 3-ൽ, ഒരാള് UKG. യുകെയിൽ. അത്രയായോ? അത്രയായതേ ഉള്ളു. ഉണ്ടോ? ഉണ്ട് ഒരാള്. പഠിച്ചോണ്ടിരിക്കല്ലേ? പിന്നെ 3-ാം ക്ലാസ്സിൽ. അത്രയേ ഉള്ളൂ. ഇനി പോരെ. ഞാനും അങ്ങോട്ട് വഴിയിലോട്ടൊന്നും പറഞ്ഞത് കേട്ടോ. ഒറ്റയ്ക്കറിയത് ഇതിനും പിടിച്ച് വണ്ടിയെ വെച്ചോണ്ട് പോകും. ഞങ്ങൾ കാണിയല്ല. കണ്ട പോണോ? കണ്ടോ എന്നാ കാണിക്ക് അവിടെ പോയിരുന്ന്? അപ്പൂപ്പൻ താടി കിടക്കുവാ അമ്മച്ചി. എൻ്റെ മക്കളെ വയത്തെല്ലാം പറ്റും. ഉടുപ്പയിലും കയ്യേലും എല്ലാം പറ്റും. പിന്നെ ഭക്ഷണം കഴിക്കുമ്പം അത് പറ്റും. വെള്ളത്തിൽ പറ്റും. അതൊന്നും എടുക്കണ്ട. അതൊന്നും വേണ്ട. ഞാൻ പറഞ്ഞാലും കേൾക്കാത്ത പ്രായം. മനസ്സിലായോ? ധാരാ മനസ്സിലായോ? ധാരാന്ന് മനസ്സിലായോ? ഒന്ന് മനസ്സിലായില്ല. വല്ലപ്പോഴും വല്ല കാലത്ത് വല്ലപ്പോഴും 5-6 മാസം കൂടെയൊക്കെ ഒന്ന് പെട്ടെന്ന് മനസ്സിലാകാൻ പറ്റും. ഇതാരാടി? എന്റെ കെട്ടിയവനാ. എന്റെ കെട്ടിയവനാ. ആണോ?
എൻ്റെ കല്യാണം കഴിഞ്ഞോ? ആ. അത് ശരി. അമ്മ എന്റെ പേരറിയാവോ? ഏ? എന്റെ പേരറിയാവോ അമ്മച്ചിക്ക്? എൻ്റെ പേരെന്താ? എന്നാ ഹലോ? സിജി. ഏ? സിജി. ലിസിയോ? സിജി. സിജി. സിജിയോ? ആ. അതിനുമ്പോഴത്തെ സിജി മറന്നുപോയോ? പേര് സാധാരണ ഉള്ളതല്ല. പേരോ? മക്കളെ മഴ ഭയങ്കരമായിട്ട് പെയ്യും. മഴക്കാറ് വെച്ച് കയറി ആകാശം എല്ലാം നിറഞ്ഞ്. അമ്മച്ചി എപ്പോഴാ കിടക്കുന്നേ? എപ്പോഴാ കിടക്കുന്നേ? കുറച്ചുകൂടെ കഴിഞ്ഞൊക്കെ അമ്മയും ചാച്ചനൊക്കെ സുഖമായിരിക്കണം. ആ, അമ്മയും ചാച്ചൻ സുഖമായിട്ടിരിക്കുന്നു. കുഴപ്പമൊന്നുമില്ല. ഇല്ല. ഭക്ഷണമൊക്കെ കഴിച്ചു. ആ, കഴിച്ചോളാം. വല്യമ്മയും വല്യപ്പനും ഇല്ലേ? ഇല്ല. ഇല്ലേ? ഇല്ല, മരിച്ചുപോയി. അത് ശരി. വല്യമ്മനെ നീ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലേ? ആ. കണ്ടിട്ടുണ്ടോ? ആ, ഞാൻ 2 പഠിക്കുമ്പോഴാ. രണ്ടി പിടിക്കണം. ശരിയായി. അവര് പോയിട്ട് എത്ര നാളായി? ഒത്തിരി വർഷമായി. ആണോ? ആ. അത് ശരി. ഒത്തിരി പ്രായം ഉണ്ടായിരുന്നോ? പിന്നെ ഒത്തിരി പ്രായമുണ്ട്. തോമാച്ചനെ ഓർക്കുന്നുണ്ടോ? തോമാച്ചനെ ഉം. ഓർക്കുന്നൊക്കെ ഉണ്ട്, കണ്ടിട്ടൊക്കെ ഉണ്ട്. എന്നാലും പിന്നെ കൂടുതലായിട്ട് സംസാരിക്കാനൊന്നും പറ്റിയിട്ടില്ല. ആണോ? അമ്മാച്ചനൊക്കെ അവിടെ വിട്ട് പോയി. തോമാച്ചെന്ന് പറഞ്ഞ ആരാ? അതിനുമ്പോഴത്തെ ആ, ആരാ അത്? അത് ഇവിടെ ആന്റീനെ കെട്ടിട്ടേ വീടല്ലേ? പെണ്ണമ്മേൻ. പെണ്ണമ്മയെ കിട്ടിയേക്കുന്ന അമ്മയുടെ ചേച്ചി. ആ, അവരൊക്കെ ഇവിടെ നമ്മുടെ ഇവിടെയല്ല. ആ. പിന്നെ ഇത് പുറത്തോട്ട് പോയിട്ടില്ല എല്ലാവരും. ആ, അല്ലേ? എല്ലാവരും ഇവിടെയൊക്കെ കൊണ്ടൊക്കെ കഴിയാൻ മാത്രമേ ഉള്ളൂ. ആ. പുറത്തോട്ടൊക്കെ പോകാണെങ്കിൽ വിദേശം വഴി പോകണ്ടേ? എന്നാലും നമ്മൾ പിന്നെ രക്ഷ വിടാൻ വിഷമം. കാലാവസ്ഥ ഒന്നും പിടിക്കുകയില്ല, ഭക്ഷണം പിടിക്കുകയില്ല. അങ്ങനെയൊക്കെ രോഗം മാറി മാറിക്കും. അങ്ങോട്ടൊക്കെ ഇറങ്ങി പോകല്ലേ എൻ്റെ മക്കളെ? അപ്പം തട്ടിയിട്ട് പറപ്പല്ലേ? എടാ, മതിയെടാ, പുലി ചെറുക്കണ്ടെടാ. അതോ? ഇതോ? എന്റെ കെട്ടിയവനാ. നിന്റെയോ? ആ. ആണോ? അത് ശരി. അത് എന്നെ ജോലി? ജോലി എന്നാ പറ? എത്ര നാളായി? 12 വർഷം. ഇത്രയായോ? ആ. പിള്ളേരില്ലേ? 2 പേര്. ഒരാളുള്ളോ? 2 പേര്. കല്ലൊന്നും പെറുക്കണ്ട, കയ്യെല്ലാം ചീത്തയാവും. എല്ലാം കഴിച്ചായിരുന്നല്ലോ. ആ, കഴിച്ചു. ഉച്ചയ്ക്ക് കഴിച്ചു. ഞങ്ങൾ ചായ കുടിച്ചായിരുന്നു. തോമച്ചേട്ടായി വിളിക്കാറുണ്ടോ? അവര് ഇവിടെ വരാറുണ്ടല്ലോ. തോമച്ചേട്ടായോ? ചേട്ടായി പോയിട്ടില്ല പുറത്തേക്ക്. പോയില്ലേ? ആ, അപ്പൊ ഓസ്ട്രേലിയയിലാരാ? ആ, അവിടെയൊന്നും ഇല്ല. അവിടെ ഇല്ലേ? അങ്ങോട്ടൊന്നും പോയിട്ടില്ല. അവിടെ കാലാവസ്ഥ ഒന്നും ഇവിടുത്തല്ല. ആണോ? സാബു ചേട്ടായോ? ചേട്ടായി ഇവിടെ ജോലിയുണ്ട്. ഭക്ഷണമൊന്നും കഴിക്കല്ലേ? ഞാൻ കഴിക്കാൻ മടിയാ. പള്ളിക്കൂട്ടിലാക്കിയോ? ആ, 3-ാം ക്ലാസ്സില്. 3-ലും UKG-ലും. ആണോ? ഒരാള് 2-ല്. ആ, ഇവള് കുഞ്ഞു നാളിയിരുന്ന പോലെ അത് അവിടെ ഇരിക്കുന്നത്. ഇനി മക്കളെ അങ്ങോട്ടൊന്നും പോകണ്ട, പുറത്തേക്ക് പോകണ്ട കേട്ടോ. ഇങ്ങനെ പോര്. പിന്നെ വണ്ടിയൊക്കെ വരും. കൊച്ചുങ്ങൾക്ക് അടുത്തല്ല, കൊച്ചുങ്ങൾ ഇവിടെ പാർട്ടിയായിട്ട് അവിടെ. എത്ര പിള്ളേരുണ്ട്? 2 പേര്. ആണോ പെണ്ണോ? ഒരാണും ഒരു പെണ്ണും. ചെക്കന്മാരെല്ലാവരും കെട്ടിയില്ല. ആ, എല്ലാരും കല്യാണം കഴിച്ചു. ആരും ഇല്ലല്ലോ. ഇനി ആരും ഇല്ല. ജിജോടെ കൊച്ചാത്. ഇതാ. ആ. ബൻ ഇളയവൻ. അയ്യോ, ഇപ്പം ഇങ്ങനെ കട്ടി വെച്ചുള്ളോ അതിനെ? അല്ല, വേറെ 2 പേരൂടെ ഉണ്ട്. അവര് വരാനിരുന്നാണേ. ആ, അപ്പൊ ഒരാളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. കൈക്ക് വേദന. കഴിക്കോ? കൈ ഇങ്ങനെ ഇടിച്ചതാ കഥയിനിട്ട്. അവരൊക്കെ എത്രയിലാ പഠിക്കുന്നത്? ഒരാള് 10-ല്, ഒരാൾ 5-ല്, ഒരാള് 2-ല്. പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. പരീക്ഷ പാടായിരുന്നു. ആ പിള്ളേര് 3 പേര് ആണുങ്ങളായല്ലേ? ആ, ഒരാള് പള്ളിയിലെ അൽത്താര ബാലന്മാരുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതിന് പോയി. വരാനിരുന്നായിരുന്നു. ആ, പ്രായം ചെന്നവരുടെയാണോ? അല്ല, പള്ളിയിലെ. പള്ളിയിലെ മീറ്റിംഗ്. അത് വർഷം തോറും ഉള്ളതല്ലേ? ആ, എല്ലാ മാസവും ഉണ്ട്. നല്ല മാസത്തിൽ. ആ, അൾത്താര സംഘത്തിന്റെ ഏ അൾത്താരപാലന്മാരല്ലേ?
അൾത്താരബാലന്മാർ. അൾത്താരബാലന്മാരില്ലേ മേ, ആ ആ അവരുടെ മീറ്റിംഗ്. അങ്ങനെയാണോ? ആ ഇത് എന്ത് മഴക്കാറാണോ? എന്തോ കരി പോലെ. ദാ, ചായ എടുക്കണ്ടായിരുന്നു. പാടാ പാടാ വാ എല്ലാവരും വിളിച്ചു. മക്കളെ കഴിഞ്ഞാൽ പോര്. ഭയങ്കര മഴക്കാറാണ്. എല്ലാവരും പോര് പോര്. ദൈവമേ, ഇത്ര വാ വാ വേണ്ട ഇച്ചിരി കഴിഞ്ഞു. ചായ കുടിക്കാം. വേണ്ട ഒന്നും വേണ്ട. ഈ സമയമായാലും ഒന്നും കഴിക്കുക അമ്മ കഴിച്ചതായിരുന്നു ചായ കഴിക്കാം. ഇഷ്ടമില്ല. കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പാടാ. കൊടുക്കല അമ്മ കഴിച്ചു കഴിഞ്ഞോണ്ടേ. എന്നാ, ഇച്ചിരി ചൂടാണ്. വേണ്ട മോളെ. ഒന്നും വേണ്ടേ? ഇച്ചിരി കഴിച്ചോ, അവള് തരുന്നതല്ലേ. ഏ? അവള് തരുന്നതല്ലേ, ഇച്ചിരി കഴിച്ചോ. ഇല്ല. അവള് തരുന്നതല്ലേ, ഇച്ചിരി കഴിച്ചോളാം. മക്കൾ ഞാൻ കയറി പോയി കഴിക്കാത്ത ഇതിനകത്തോട്ട് അവരെയാണ് വിചാരം. പോയി ചെന്നോട്ടും ഇറങ്ങി പോയെങ്കിൽ കാണാൻ പറ്റില്ല. രാത്രിയാ. രാത്രി ആയില്ല. ഇങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുവോ? ആ, പാടാ. ഇവിടെ വന്നിരിക്കും. ഇങ്ങോട്ടാ, ഇങ്ങോട്ടാ. തണുത്തു ചായ ചൂടോടല്ലേ? നിങ്ങളുടെ ചായക്ക് ചൂടാ. ഇതൊക്കെ തിന്നു ബാക്കി. അതെ. എടാ നിനക്ക് ഏതാണ്ട് ചോദിക്കാനുണ്ടെന്ന് ചോദിക്കടാ. വലിയമ്മച്ചോട് ചോദിക്കുന്നില്ലടാ. എന്താ? ആ, രണ്ടുപേര്. ഒന്ന് രണ്ട്. ആണും പെണ്ണോ? ഓഫീസിലാ. ഒരു ഓഫീസിൽ. നല്ല കാര്യം. അതിലൊക്കെ ഇരിക്കാൻ സൂക്ഷിച്ച് വേണം കേട്ടോ. ഇനി വേണോ? നീ വലിച്ചിട്ടോടാ. മതിയോ? ഒരു പഴവടിയും തരട്ടെ. ഒരു പഴവടിയും തരട്ടെ. ഞാൻ വിളിച്ചാ വാ. നീ വിളിച്ചു. ഞാൻ പിള്ളേർക്ക് ചായ ഒന്നും തിളപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ചായ ഇത് നിങ്ങളുടെ കേട്ടോ. വലിയവരുടെ ചായ ചൂടുള്ള ചായ. അതുകൊണ്ട് വന്നിട്ട് ഒറ്റനാളോ ആ, 4-5 മാസമായി ഇപ്പം. ചക്കയൊക്കെ അവിടെ ഉണ്ടോ? ആ, ചക്കയുണ്ട്. എത്ര പ്ലാവുണ്ട്? അവിടെ 2-3 പ്ലാവുണ്ട്. നെല്ലൊക്കെ ഉണ്ടോ? ആ, ഉണ്ട്. ഇവന് കൊടുത്തില്ലേ? എടുത്ത് കഴിക്കടാ. ചക്കയില്ലേ? എടുത്ത് കഴിക്കേ. ഇവരൊന്നും തിന്നില്ലടി. ഭയങ്കര ഇതൊക്കെ കഴിച്ച് വലുതാക്കടാ. എന്തുവാടാ അത്? എൽസി ചേച്ചി വരാറുണ്ടോ? രക്ഷയാ. ഉം. അവർക്ക് വന്നോണ്ട് വരുകയും പോവുകയും ചെയ്തോണ്ടിരിക്കല്ലേ. ആണോ? പിന്നെ ഇപ്പൊ എവിടാ? അവർക്കൊക്കെ വരാനായിട്ട് അധികം ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ആണല്ലേ. ഓരോ സ്ഥലത്തും ജോലിയൊക്കെ ആയിരുന്നു. ജോലി ചെയ്യല്ല. ഉം. ജോലിയൊന്നുമില്ലായിരുന്നു. ജോലിയൊന്നും ഇല്ലായിരുന്നില്ലേ? ഇവനൊന്നും തിന്നിയല്ലേ? ആ, ആശം ചായ ആയിരുന്നു ഞാൻ മത്സരിക്കുന്നത്. അവിടെ ചായ കുടിച്ചില്ലേ? ജ്യൂസ് വേണം. അല്ലേ? ഇവിടെ കിട്ടിയവനല്ലേ? ഇവിടെ കിട്ടിയാനാണോ നിൽക്കണേ? ഇവിടെ കിട്ടിയാലോ. ആ ചായ കുടിക്കായിരുന്നപ്പോഴേ ഫോൺ വന്നു. ആ ഫോൺ ചെയ്യാനായിട്ട് അങ്ങ് പോയതാ. പൊന്ന്, അതാരാ പൊന്ന്? അമ്മച്ചാരാ? നീയല്ലേ എന്നിട്ട് ആ വർത്താനം പറയാൻ പോന്നെ? നീന്താണോ പറയാൻ? അവൻ ഏപ്രിൽ പൂളിൽ നിങ്ങളെ പറ്റിച്ചതാ. നിങ്ങളെ പൂളാക്കിയതാണ്. ഒരു പഴവടിയും തരട്ടെ? ഒരു പഴവടിയും തരട്ടെ? വേണ്ട മോനെ, എനിക്കൊന്നും വേണ്ട. ഒരെണ്ണോടിയും കഴിച്ചോ? ഒട്ടും വേണ്ട? വേണ്ട. ഒത്തിരി എന്തിനാ ആ, ചായ ചൂടാ. അമ്മ ചായ കുടിച്ചോ? ആയോ? അമ്മ കുടിച്ചോ? ഞങ്ങളൊക്കെ കുടിച്ചോ? ചൂടുണ്ടോ? ചായ കൂടെ കുടിക്കാൻ കുടിച്ചോ? പാ. ആ, ആ. പാലാണോ കുടിച്ചത്? ഏ? എന്താ പറഞ്ഞേ? കുടിക്കാൻ പാകാന്ന്. പാകാന്ന്. പാകാന്ന് പാകം. ഇത്തിരി ചൂടമ്മ. കുടിച്ചോ? മതി. ഇച്ചിരി കുടിച്ചോ? അമ്മ ഒത്തിരി ചൂട് പിടിക്കില്ല. ആണോ? ആറ്റിച്ചേർന്നോ? ചൂടുവാ. ഇത്രയും ചൂട് വേണം. ഇച്ചിരിയും കൂടി ഇടാം. അതൊരു കുടിച്ചോ? ഇത് ഇറങ്ങി പോകല്ലേ? വഴിയിലോട്ട് പോകും. ഇല്ലെന്നേ അവിടെ ആളുണ്ട്. നോക്കണം. അവിടെ ആളുണ്ടെന്നേ. അറിയത്തില്ല. നോക്കാൻ ആളുണ്ട്. വഴി അവർക്ക് പരിചയമില്ലാത്ത സ്ഥലമാണ്. സാറ്റ് കളിക്കുവോ? സാറ്റ് കൈയും കാലും തരുക. അമ്മയ്ക്ക് വേണോ? ഇച്ചിരി കഴിച്ചു നോക്കി. വേണ്ടോ? തിന്നായിരുന്നു. ഞങ്ങളൊക്കെ ഒന്നിച്ചിരുന്ന് തിന്നായിരുന്നു.
48 കഴിഞ്ഞ 49 ഇതൊന്നും വേണ്ടേ? ഞാൻ ചക്ക പിടിച്ചു. പുറത്തോട്ട് പോകരുത് കേട്ടോ. തുള്ളി തുള്ളി രാത്രിയാ. രണ്ടാം ശനിയാഴ്ചയില്ലേ? അവസാന ഞായറാഴ്ച തലേദിവസം. ഈ മാസം ഇനിയിപ്പം പരീക്ഷയാ. 16-ാം തീയതി പരീക്ഷ, 21-ാം തീയതി പരീക്ഷ. അരുവിന് ഈ മാസം പെസഹായ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. എല്ലാം അടിച്ച് വാരി തൂത്ത് തുടച്ചിട്ടാണ്. നീ പോവാ കേട്ടോ. ഞാൻ എന്നെ കാണാൻ പാടില്ല. ഇടയ്ക്ക് കാണാം നമുക്ക്. ഇനി ഒരു കൊല്ലം കഴിയുമ്പോൾ കാണാം. അവളിനി ഒരു വർഷം കഴിഞ്ഞേ വരുള്ളൂ. ഒരു വർഷം കഴിഞ്ഞേ വരുള്ളൂ. അവളിനി ഒരു വർഷം കഴിഞ്ഞേ വരുള്ളൂ. ഞാനേ ഒരു വർഷം കഴിഞ്ഞേ വരുവോളന്ന്. ഞാന് പോയി കഴിഞ്ഞാല് നീയാ കൊച്ചു എങ്ങോട്ടാ പോണം? ഞാൻ ഗൾഫിന്. ഗൾഫിന് സൗദി 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 ഏത് രാജ്യത്താ? അത് സൗദി ഗൾഫ് രാജ്യം. ആ ആ അവിടെയാണ് ജോലി. അവിടെ സ്ഥിരം അവിടെ താമസമുണ്ട്. അവിടെ താമസിച്ചോണ്ട്. ഇപ്പൊ കാലാവസ്ഥയൊക്കെ പിടിക്കോ? അവിടെ കുഴപ്പമില്ല. ഇല്ല. ഭക്ഷണമൊക്കെയോ? ഭക്ഷണമൊക്കെ തന്നെ ഉണ്ടാക്കി കഴിക്കാം. ഇപ്പം സ്ഥലമൊക്കെ നല്ലതല്ലേ? നല്ല ശമ്പളം ഉണ്ടോ വളരെ? ശമ്പളമുണ്ട്. കുഴപ്പമില്ലാത്ത ശമ്പളമുണ്ട്. കുഴപ്പമില്ലാത്ത ശമ്പളമുണ്ട്. ഉണ്ടോ? നമുക്ക് തുരുപ്പ് കടങ്ങളായി ജീവിക്കാല്ലേ. ജോലി എടുക്കുന്നുണ്ടോ? ജോലി എടുക്കാൻ പറ്റും. നമ്മളെ പറ്റാവുന്ന പോലെയൊക്കെ ശരിയായിരിക്കാൻ പറ്റും. ഇതിലേക്കുമായിട്ടൊക്കെ എടുക്കാൻ പോകും. ഇതെന്നതാണോ കൂടുക? ഇന്ന് പോരും. ഇന്നത്തെ വേണോ? അടുക്കളയല്ല. പിള്ളേരുടെ അടുത്ത് നമ്മുടെ ശ്രദ്ധ മുഴുവൻ. അതെ അതെ, നമ്മുടെ കണ്ണു മുഴുവൻ അവിടെ. രാത്രിയാ പിള്ളേർ ഇറങ്ങി പോകുന്നു. പിള്ളേരുടെ പോക്കാണ് അമ്മ. അവിടെയോ? നിങ്ങളുടെ അമ്മ മരിക്കുന്ന ഓർമ്മ? നല്ലതായിട്ട് പോയല്ലോ. ഞങ്ങളുടെയോ? അതിന്റെ അമ്മക്ക് ഒരു അറിവുമില്ല. കുഞ്ഞമ്മയുടെ വയസ്സ് എത്രയാണെന്ന് അറിയാവോ? അതും എനിക്കറിയത്തില്ല. ഇല്ലേ? ഈ അമ്മയ്ക്ക് എത്ര വയസ്സുണ്ടെന്ന് അതും എനിക്കറിയത്തില്ല. ഏകദേശം ഒരു ഐഡിയ ഇല്ലേ? എത്രയുണ്ടാ നിനക്കറിയാവോ? ചരിത്രത്തെ കുഞ്ഞുമാരെ പ്രായം വെച്ച് ഞങ്ങൾ കണക്ക് കൂട്ടുന്നത്. ആ പുള്ളി ഉണ്ടായി കഴിഞ്ഞ് ഒത്തിരി പോയി ഞാൻ എന്നാ പറഞ്ഞ ആങ്ങളെ ഉണ്ടായത് ആണോ? എന്നൊക്കെ അന്ന് പറയുന്ന കേട്ടി. എനിക്കിതേപ്പറ്റി ഒന്നും അറിയത്തില്ല. എനിക്കൊരു ഓർമ്മയില്ല. എനിക്ക് അപ്പൻ്റെ അമ്മയുടെ ഷേപ്പ് പോലും അറിയത്തില്ല. പോയിരുന്നോ? ആ പിന്നെ എത്ര വയസ്സുള്ളപ്പോഴാണ് മരിക്കുന്നത്? എനിക്ക് 2-3 വയസ്സുള്ളെന്നാ പറയുന്നത്. ചാച്ചൻ മരിക്കുന്നത് ആദ്യം ചാച്ചനല്ലേ മരിക്കുന്നത്? ആയിരുന്ന അതേന്നാ തോന്നുന്നു, എനിക്കറിയത്തില്ല. ആരോടങ്ങിയപ്പോ ചോദിക്കുന്നത് ആരുമില്ല. പണ്ട് കുഞ്ഞന്നെ ഉണ്ടായിരുന്നപ്പോ കുഞ്ഞന്നൊക്കെ അറിയാമായിരുന്നു എല്ലാവരുടെ. അത് പറയുമായിരുന്നു. അല്ലാതെ ഇപ്പൊ ആരുമില്ല. പോയിട്ട് അവിടെ ആരുമില്ല. ഇല്ല, ഞാൻ കളിച്ചിട്ടേ വരുന്നേ ഉള്ളൂ. ചേച്ചി ഡ്യൂട്ടിയിലായിരിക്കും. എല്ലാവരും ജോലിക്കാരാണെന്ന ധാരണ അമ്മ എന്നോട് ചോദിക്കും, നീ ജോലിക്കാരുത്തിയാണെന്ന്. ഇവിടുത്തെ ശമ്പളം ഇല്ലാത്ത ജോലിക്കാരുത്തിയാന്ന് ഞാൻ പറയും. എൽസിയുടെ ചേട്ടൻ്റെ കാര്യമായിരിക്കും പറഞ്ഞാലെപ്പോഴേ പഞ്ചാബിലുണ്ടെന്ന് പറഞ്ഞു. അമ്മച്ചി എന്നാ ഞങ്ങൾ പോട്ടെ. അങ്ങോട്ട് പോകുന്നോട് വണ്ടിയാണോ? അതെ അതെ, പോണ്ടെന്ന് പറ. നാളെ പോയാൽ പറ. ഇനി എന്ന് കാണാം? അത് നാളെ പോവാന്ന് പറ. അതെ, ഇനി വരാം. ഞാൻ വരുമ്പോ അതൊന്നും പറയാൻ പറഞ്ഞിട്ട് വരാം. നാളെ പോകാന്ന് പറ. ഇന്ന് പോകണ്ട, ഇവിടെ കിടക്കാന്ന് പറ. കുട്ടി നാളെ പോകാന്ന് പറ. പറഞ്ഞു നോക്കാം അങ്ങോട്ട്. പറയാതെ ഒന്ന് സമ്മതിക്കാരെന്നൊക്കെ പറഞ്ഞ എങ്ങനെയാ? ഒന്ന് പറഞ്ഞേ നാളെ പോകാന്ന്. നാളെ പോയാൽ മതിയെന്ന്. നാളെ പോകാൻ പറ്റത്തില്ല, ഇന്ന് പോകണ്ടേ. പിള്ളേർക്ക് സൺഡേ സ്കൂളുണ്ട്. ഇങ്ങനെ പോകുമ്പോ വീട്ടിൽ പോകണ്ടേ? വീട്ടിൽ ചങ്ങനാശ്ശേരിക്ക് പോകണം. ആണോ? നീ അമ്മ ഇങ്ങോട്ട് ഇന്നിപ്പോ വന്നാണോ? 3 മണിയൊക്കെ ആവുന്നേ. നീ വീട്ടിൽ ചെന്നിട്ടല്ലേ പോകുള്ളൂ? വീട്ടിൽ ചെന്നിട്ട് അമ്മയെ കൊണ്ട് ഇറക്കിയിട്ട് ഉടനെ അവിടെ തന്നെ പോകണം. കുഞ്ഞമ്മയ്ക്ക് പോരാൻ തോന്നില്ല. ഇവിടെ അമ്മച്ചി ഇവിടെ നാളെ പോകാം. എന്റെ നൈറ്റ് തരാം. ഞാൻ പിന്നെ ഒരു ദിവസം വന്നേട്ടാ അടിക്കാൻ. വാ അപ്പൊ ഞാടിനൊക്കെ വിൽക്കേ. വൈകുന്നേരം വരാം. എൻ്റെ മക്കളെയൊക്കെ എന്ന് കാണാൻ പറ്റും? ഇനി ഞാൻ വരുമ്പോ വരാന്നേ. ഞാൻ പോവാന്നേ. പോയിട്ടേ ഇനി ഇടയ്ക്ക് വരാട്ടോ. എന്ന് വരും? ഞാൻ ഒരാഴ്ച കഴിയുമ്പോ വരാം. ഒരാഴ്ചയോ? എന്നാ പിന്നെ എന്തിനാ പോണേന്ന് ചോദിച്ചു. അയ്യോ നീരത്തില്ലമ്മേ. ബാ, മുടി കെട്ടിയപ്പോ നല്ല ഭംഗിയുണ്ട്.
ഊനായി പോയല്ലോ ഈശോയുടെ. മക്കളെയൊക്കെ എന്ത് കാണാം. ഉള്ളതല്ലേ? പൂനൊക്കെ നിവർന്നെന്നാ നിന്റെ അമ്മ പറയണേ. അതെ. ആ ഫോൺ ആ നേരത്തേക്ക് വെച്ച് നോക്കുമ്പോ പൂനൊക്കെ നിവർന്നെന്നു. പണ്ട് ഭയങ്കര കൂലായിരുന്നു. ഇച്ചിരി ശരീരം ഉണ്ടല്ലോ. പോവാട്ടോ. ഇതിനോട് പറഞ്ഞേക്കണേ കേട്ടോ. നീ ഇവിടെ വന്നോടി, നീ ഇവിടെ വന്നോ. സത്യം അതാ ഞാൻ പറഞ്ഞേ. എന്നാ വന്നെ. നീ വര ഇടയ്ക്ക് വരാം കേട്ടോ. പോവാട്ടോ. വാ. ഞാൻ വര ഇടയ്ക്ക് വരാം അമ്മച്ചി കാണാൻ. ഇടി ഉണ്ടാകാൻ നീ ഇടയ്ക്ക് വരാം കേട്ടോ. അതൊക്കെ ഈ പ്രായത്തിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. തന്നെ വരാൻ പറ്റിയല്ലായിരിക്കും അല്ലേ? ഓ, തന്നെ വരാം. അറിയാം. വഴി ആ അറിയാം. വഴി അറിയാം. തന്നെ അവൻ അവിടെ കെട്ടിയവനല്ലേ അവളെ അവൻ കൊണ്ടുവരികയല്ലേ പിന്നീനെ. അവിടെ കെട്ടിയവനല്ലേ എവിടെയുള്ള അവൻ കൊണ്ടുവരികയല്ലേ പിന്നീനെ. എന്നാ വന്നെ. നീ ഇടയ്ക്ക് വരാം കേട്ടോ. വരുമ്പോ വരാവേ. എന്നാ നീ കേട്ടോ. നിന്റെ താമസമാണെന്ന് പറയും. ആ എല്ലാരും വണ്ടിയെ കയറി പോവാന്നൊന്നും പറയാൻ എല്ലാരും കയറി. ഒരു കേട്ടോ, അവർക്ക് ആഘോഷമല്ലേ. കളിക്കാൻ കിട്ടിയൊരു അവസരം. ഞാൻ ഓടി പോന്നെ. ഉമ്മ കൊടുക്കാൻ. ഇതെല്ലാം ഓടി പോന്നെ. മച്ചിക്ക് ഉമ്മ തരാൻ വേണ്ടി വന്നതല്ല. നമ്മുടെ കുഞ്ഞു പെണ്ണ് കേട്ടോ, എനിക്ക് കൊടുക്കടി. നമ്മുടെ കുഞ്ഞു പെണ്ണ്. ഇടി വലിയ ഇടി വരുന്നു. ടാറ്റ. കളഞ്ഞാലേ മുടി വളരും വേണ്ട കേട്ടോ. മുടിയൊക്കെ കുട്ടികളാ ഇപ്പോഴേ വേണ്ട. പോട്ടോ അമ്മേ. ചേച്ചി ഓക്കെ ഓക്കെ കളി ഓക്കെ. നിങ്ങളൊക്കെ എപ്പോൾ അവിടെ ചെല്ലും? 1 മണിക്കൂർ കൊണ്ട് ചെല്ലും. ഏഹ് 1 മണിക്കൂർ കൊണ്ട് ചെല്ലും. ഒത്തിരി വഴിയുണ്ടോ? ഇല്ല, 2 മണിക്കൂറുണ്ടോ? 1 മണിക്കൂർ മതി. ഏഹ് 1 മണിക്കൂർ മതി. ഒന്നോ ഉള്ളോ? ആ നമ്മുടെ ഇവിടുന്നോ? ആ അത്രേ ഉള്ളോ? ആ അത്രേ ഉള്ളൂ. അത് സമാധാനം. ആ മഴക്കാർ നന്നായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഉം. വെളുക്കാൻ കാലത്താണ് പെയ്ത്തുന്ന തോന്നുന്നു. മഴയാ? മഴ മഴക്കാറാകട്ടെ. ഇത് കണ്ടില്ലേ? ആശത്തിലേക്ക് നോക്കി. ആകാശത്തിലേക്ക് നോക്കാൻ. ആവശ്യം മഴക്കാറ് ചെറുതായിട്ടുണ്ട്. വിവാൻ ലേസ് മേടിച്ചു കൊടുക്കുന്നുണ്ടേ. സിജി ലേസ് മേടിച്ചോണ്ട് വന്നേക്ക് അമ്മയ്ക്ക് കൊടുക്കാൻ. ആണോ? ചെരുപ്പൊക്കെ വലുതോ? അമ്മയ്ക്ക് സന്തോഷമായില്ല. ഇതെന്നാ? ലേസ് നേർച്ചയില്ലേ പള്ളിയിലെ. ആ അമ്മയുടെ വീഡിയോകൾ ഇഷ്ടമായവർ ദയവായി ലൈക്ക് ചെയ്യുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ കാണുക.